അത് ഈ ഒരു സീഡ് സ്പ്രൗട്ടഡ് സീഡായിട്ട് വരുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താ, ഈ സീഡിന്റെ അകത്തുള്ള എല്ലാ ഗുണങ്ങളും ഒരു ചെറിയൊരു എന്താ പറയാ ചെറിയൊരു സ്പ്രൗട്ട് ചെയ്ത് പുറത്തു വരുന്ന ആ ഒരു ഗ്രോത്തില് കാണപ്പെടുന്നു. അപ്പൊ എല്ലാ ഗുണങ്ങളും ഒട്ടും നഷ്ടപ്പെടാണ്ട് തന്നെയാണ് ആ ചെടി മുളയ്ക്കുന്നത്. ആ ചെടി മുളയ്ക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ സ്പ്രൗട്ടഡ് സീഡിനെ കുറിച്ചാണ് ഈ ഒരു സ്ലൈഡ് നമ്മൾ കാണിച്ചു തരുന്നത്. പയറുകൾ മുളപ്പിക്കാറുണ്ട്. നമ്മുടെ വീടുകളിൽ കൂടുതൽ നമ്മൾ മുളപ്പിക്കുന്നത് പയറാണ്. പയർ ഇനങ്ങളാണ് കൂടുതൽ നമ്മൾ മുളപ്പിക്കുന്നത്. അതും എന്താ പറയാ ഈ ഗ്രീൻ ഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ എന്താ ചെറുപയർ നമ്മൾ മുളപ്പിക്കാറുണ്ട്. അപ്പൊ സാധാരണക്കാർ എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു സീഡാണ് ചെറുപയർ, വലിയ പയറ്. ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണാം, വലിയ പയറാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പല രീതിയിലുള്ള സീഡ്സ് നമുക്ക് ഈ ഒരു മൈക്രോ ഗ്രീൻസിന് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് എടുക്കും. ഇത് എങ്ങനെയാണ് ഇതിനെ കുറിച്ച്, ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സീഡ് തന്നെയാണ്, ഒരു ചെടി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഹൗ ടു ഗ്രോ മൈക്രോ ഗ്രീൻസ് എന്നാണ് സ്ലൈഡിൽ കണ്ടത്. നമുക്ക് എങ്ങനെ ഒരു മൈക്രോ ഗ്രീൻ വളർത്തിയെടുക്കാം. ഇപ്പൊ സീഡ് ആസച്ച് നമ്മൾ പാകുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ സീഡ് ഒന്ന് തലേന്ന് കുതിർത്തി വെക്കാൻ ശ്രമിക്കുക. അതെന്തിനു വേണ്ടിയായിരിക്കും കുതിർത്തി വെക്കുന്നത്? ഒന്ന് അതിൻ്റെ അകത്തേക്ക് വെള്ളം കയറണം. വെള്ളം കയറി സീഡ് ഒന്ന് വീർക്കണം, അല്ലെ? വീർത്ത് അതൊന്ന് സ്പ്രൗട്ട് ചെയ്യണം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? തലേന്ന് നമുക്ക് ഒരു നല്ല ഒരു പാത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് കടയിൽ പോയി മേടിക്കേണ്ട പാത്രമൊന്നുമില്ല. നമ്മളെല്ലാവരും പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? മിക്ക ആളുകളും പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നു. നമ്മൾ അതിനെ പാർസൽ ചെയ്ത് മേടിക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പൊ ഫുഡ് മേടിച്ച് പുറത്തുനിന്ന് കഴിക്കാത്തവര് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാ പാത്രങ്ങളുണ്ടല്ലോ, പ്ലാസ്റ്റിക് ടിന്നുകൾ ഉണ്ടല്ലോ. ഇപ്പൊ എന്തോരം പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്നത്. ആ പാത്രം നമുക്ക് ഉപയോഗിച്ചുകൂടെ? അത് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുത്ത്. ഐസ്ക്രീം കഴിക്കാത്ത ഒരാളും ഇല്ല. നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നതാണ്. ഐസ്ക്രീമിന്റെ പാത്രങ്ങളുണ്ട്. അത് മാത്രമാണ്, നമ്മൾ ബിരിയാണി മേടിക്കുന്ന പാത്രങ്ങളുണ്ട്. അതുപോലെ നമ്മൾ പയറ് വർഗ്ഗങ്ങളൊക്കെ ഇട്ടുവെക്കുന്ന പാത്രങ്ങൾ, കണ്ടെയ്നേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? എന്തെല്ലാം കണ്ടെയ്നേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കണ്ടെയ്നർ വൃത്തിയാക്കി തുടച്ച്, അല്ലെ, നല്ല നീറ്റായിട്ട് നമ്മൾ നമ്മുടെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുന്നു, കവറിൽ സൂക്ഷിച്ചു വെക്കുന്നു. എന്താണ്, ഇപ്പൊ പ്ലാസ്റ്റിക് പോലും എടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. ഇന്നിപ്പോ ഹരിത കേരള മിഷൻ ആൾക്കാർ വന്ന് അവര് കൂടുതലും നമ്മളോട് ചോദിക്കുന്ന ഫുഡ് വേസ്റ്റ് ആണ്. പ്ലാസ്റ്റിക് അവർക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്ലാസ്റ്റിക് നമുക്ക് നല്ല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യണം. അപ്പൊ ആ കണ്ടെയ്നേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. സോ ഈ സീഡ് തലേന്ന് കുതിർത്തിയിട്ട് വെച്ച സീഡിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തിയിട്ട് വെക്കണം. അതിന്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്നതാണ്. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ സീഡ് നമ്മൾ ശരിക്കും ആ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ നനച്ച് വെക്കുക, അല്ലെങ്കിൽ കൊയർ അറിയാലോ, ചോറ് നനച്ച ചകിരിച്ചോറ് നമ്മൾ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒന്നിലും നല്ലൊരു പ്ലാസ്റ്റിക് പാത്രം തുടച്ച് വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ വൃത്തിയാക്കി തുടക്കണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫംഗൽ അറ്റാക്ക് ഉണ്ടാവും. ഫംഗസ് കയറാനും ബാക്ടീരിയ കയറാനും ഉള്ള ഒരു ഭയങ്കര സാഹചര്യം കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് വെച്ച പാത്രത്തിൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത്, നമ്മുടെ കണ്ടെയ്നറിൽ യൂസ് ചെയ്യുന്ന മീഡിയം എല്ലാവർക്കും അറിയാം, അല്ലെ? ആ വളരുന്ന ഒരു ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ ടിഷ്യൂ പേപ്പർ നനച്ച് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ചകിരിച്ചോറ് യൂസ് ചെയ്യാം. ചകിരിച്ചോറ് ഇതുപോലെ ഒന്ന് നനച്ച് വെച്ചിട്ട് വേണം, ഈർപ്പം വേണം. ഹലോ, ഓക്കെ. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് ഇതിലോട്ട് തന്നെ വരാം. കണ്ടെയ്നേഴ്സിൽ 2 മീഡിയമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ടിഷ്യൂ പേപ്പർ നനച്ചത്, അല്ലെങ്കിൽ ചകിരിച്ചോറ് നനച്ചത്, കേട്ടോ. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ ഉള്ള ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചിലർ മണ്ണിൽ വരെ ചെയ്യാം, പക്ഷെ മണ്ണിൽ ഇടുമ്പോഴേക്കും കുറച്ചും കൂടി സമയം എടുക്കുന്നുണ്ട് വളർന്നു കിട്ടാൻ. അങ്ങനെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ മീഡിയം ഇട്ടു. ഈ തലേന്ന് നനച്ച് കുതിർത്തി വെച്ച സീഡ് നമ്മൾ വെള്ളമെല്ലാം മാറ്റി നന്നായിട്ട് നീറ്റായിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചു.
എന്നിട്ട് ഒരു പാത്രം വെച്ച് മൂടി വെക്കുന്നു. ഇപ്പൊ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ആകുമ്പോൾ അതിന് മൂടിയുണ്ട്. അപ്പൊ ഈ മൂടി വെക്കുന്നതിന്റെ കാരണം എന്താ? ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മൂടി വെക്കാൻ പറയുന്നത്. മൂടി വെച്ച് കഴിയുമ്പോഴേക്ക് എന്ത് പറ്റും? 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിയുമ്പോഴേക്ക് ചെറിയ ചെറിയ എന്താ പറയാ മുളച്ച് വരാൻ തുടങ്ങും. ചെറുതായിട്ടൊന്നും മുളച്ച് പുറത്തോട്ട് വരാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ആ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് വെള്ളക്കുറവ് കാണും അല്ലെ, വെള്ളത്തിന്റെ അംശം കുറവ് കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് സ്പ്രേ ചെയ്യുക. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ സാനിറ്റൈസറിന്റെ കുപ്പികൾ വെറുതെ ഇരിക്കുകയാണ്. ആ സാനിറ്റൈസറിന്റെ കുപ്പി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ച് സ്പ്രേ ചെയ്യാന്നുള്ളൂ. ഇനി അതിനു വേണ്ടി ഒരു സ്പ്രേയർ മേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനത്തെ പാഴ്വസ്തുക്കൾ നമുക്ക് പല രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അത് ഒരു കണ്ടെയ്നർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ചകിരിച്ചോറ് വേണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കടുക് അല്ലെങ്കിൽ ഉലുവ, പിന്നെ ഉള്ളത് പയറാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞത്. പയറ് ഇതെല്ലാം തലേന്ന് കുതിർത്തി വെച്ച ശേഷം വെള്ളമെല്ലാം മാറ്റിയ ശേഷം പിറ്റത്തെ ദിവസമാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് നമ്മൾ മൂടി വെക്കുന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ചിലവർ മൂടി വെക്കാറില്ല. മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും വെള്ളം, മോയ്സ്ചർ കണ്ടന്റ് വേണം. മോയ്സ്ചർ പറഞ്ഞ വെള്ളത്തിന്റെ അംശം എന്തായാലും വേണം, എങ്കിൽ ഇത് നന്നായിട്ട് വളരുള്ളൂ. അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കും. അടുത്ത സ്ലൈഡ്. യെസ്, അത് പ്ലേ ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഇതൊരു ക്ലിപ്പിംഗ് ആണ്. നമ്മുടെ മൈക്രോ ഗ്രീൻസ് മുളച്ച് വരുന്നതിന്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും അത് കാണാൻ പറ്റും. സ്ലൈഡ് ഒന്ന് നിങ്ങൾ PPT ഒന്ന് സൂം ചെയ്താൽ മതി. നിങ്ങൾ ഫോണിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് വെക്കുക. ഇത് കണ്ടോ, 2 തളിരില ഫോമിലാണ് പയറ് മുളയ്ക്കുന്നുണ്ടോ? ഇതേ രീതിയിലാണ് പയറ് മുളച്ച് വരുന്നത്. കണ്ടോ, പയറ് മുളച്ച് 2 ഇല പാകം, അതാണ് അതിന്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. 2 ഇല പാകം, ആ ടെൻഡർ ലീവ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. 2 എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരുപാട് മൈക്രോ ഗ്രീൻസിന്റെ സെറ്റ് ചെയ്ത കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഇവിടെ വെച്ചിരിക്കുന്ന കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും. കണ്ടോ, ഇവിടെ ഒരു ബേസ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കാണിച്ചിരിക്കുന്നത് റാഡിഷ് അറിയാലോ, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല, പക്ഷെ അതിന്റെ ഇല കൺസ്യൂം ചെയ്താൽ നല്ലതാണ്. അതിന്റെ കയ്പ് രുചി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അത് സാലഡ് ആക്കി നമുക്ക് വേണമെങ്കിൽ അത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇപ്പൊ ട്രേ തന്നെ, ഇതേ ട്രേ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടില് യൂസ് ചെയ്യുന്ന ഏത് പ്ലാസ്റ്റിക് ട്രേസിൽ നമുക്ക് ഇത് കൾച്ചർ ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് നീറ്റ് ആക്കണം എന്ന് മാത്രം കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ബേസിക് ക്ലാസ്. കണ്ടോ, ഇതാണ് ഒരു ട്രേ. ഇതാണ് അവർ യൂസ് ചെയ്ത ട്രേ. ആ ട്രേന്റെ അകത്ത് നമുക്ക് എന്ത് കാണാം? കോയർ പീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചകിരിച്ചോറ് കാണാം. അതൊന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ചിലപ്പോൾ നമുക്കിങ്ങനെ കേക്കായിട്ട് മേടിക്കാൻ കിട്ടും. ഇത് കണ്ടോ, ഇതിപ്പോഴും മണ്ണാണ് യൂസ് ചെയ്തേക്കുന്നത്. മണ്ണ്. ചില ആൾക്കാർ മണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താ? സാൻഡ്, സോയില്, കൗഡങ്, മാനർ എല്ലാം കൂടി ചേർത്തിട്ടുണ്ടാവുന്ന. ഇതിപ്പോ അവർ യൂസ് ചെയ്ത മണ്ണിലേക്ക് നേരെ സീഡ് ഇടലാണ്. സീഡ് നേരെ അതിലേക്ക് ഇട്ടു. കണ്ടോ, സീഡ് നേരെ ഇതിലേക്ക് ഇട്ടിട്ട് ആ ഒരു പേനയുടെ അടിഭാഗം വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കണ്ടോ, അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ സീഡ് ചില ആൾക്കാർ ഇത് മസ്റ്റേർഡ് ആണ്. മസ്റ്റേർഡ് എന്ന് പറയുന്നത് കടുകാണ്. കടുകിന്റെ സീഡാണ്. കണ്ടോ, മോയ്സ്ചർ ഉള്ളത് കൊണ്ട് നന്നായിട്ട് ആ കോട്ടിംഗ് മിക്സ്ചർ നന്നായിട്ട് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ചകിരിച്ചോറൊക്കെ നമുക്ക് ഡ്രൈ ആയിട്ട് മേടിക്കാൻ കിട്ടും. അത് എന്ത് ചെയ്യണം? നമ്മൾ തലേന്നൊന്ന് കുതിർത്തി വെക്കുക. അത് നന്നായിട്ടൊന്ന് കുതിർത്തി വെക്കുക. തലേന്ന് തന്നെ കുതിർത്തി വെക്കണ്ട, ഒരു 2 മണിക്കൂർ കൊണ്ട് അത് കുതിർന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറും എടുത്തിട്ടുണ്ട്, നനഞ്ഞ ടിഷ്യൂ പേപ്പർ വരെ എടുത്തിട്ടുണ്ട്. രണ്ടിലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സ്ലൈഡ് ഷോ മോഡ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ച് റൺ ചെയ്യത് ആ വീഡിയോ കുറച്ച് റൺ ചെയ്താൽ കണ്ടോ, ഇതാണ് ഞാൻ മൂടി വെക്കണമെന്ന് പറഞ്ഞത്. കണ്ടെയ്നർ മൂടി വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞായിരുന്നു. അത് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പെട്ടെന്ന് മുളച്ച് കിട്ടാനുള്ള ഒരു പാകത്തിൽ കിട്ടും. കണ്ടോ, മുളച്ച് വരുന്ന നിങ്ങൾക്ക് കാണാം. യെസ്, അപ്പൊ ഇത്രയും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് മൈക്രോ ഗ്രീൻ ഫാമിങ്ങിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിത ശൈലിയിലേക്ക് മൈക്രോ ഗ്രീൻസിന്റെ എന്താ പറയാ 2 ഇല പാകത്തിൽ വേണം നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞില്ലേ. അത് ഉണ്ടോ, മുളച്ച് വരുന്നുണ്ടോ?
ഇതിപ്പോ 2 ഇല പാകത്തിലെടുക്കും. ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. മൈക്രോ ന്യൂട്രിയൻസ് മാത്രമാണോ, ആന്റി ഓക്സിഡന്റ്, ക്യാൻസർ പോലത്തെ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി വരെ നമുക്ക് ഈ സീഡിൽ നിന്ന്, മുളപ്പിച്ച സീഡിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നാ പറയുന്നത്. കണ്ടോ, ആ മുളച്ച് വന്നപ്പോഴേക്കും ആ ലിഡ് മാറ്റി അവര്. ഇപ്പൊ നോക്കിക്കേ, കണ്ടോ എന്ത് ഭംഗിയിലാണ് അതിരിക്കുന്നത്. രണ്ട് നമുക്ക്. അപ്പം 2 രീതിയിൽ നമുക്ക് പല പല സീഡ്, ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ പറയാ, ഈ പയറ് മുളപ്പിച്ചത് മാത്രമല്ല, പയറ് മുളപ്പിച്ചത് എടുക്കാം, കടുക് എടുക്കാം, ഉലുവ എടുക്കാം. ഉലുവ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണ്. ഉലുവ എടുക്കാം. ഉലുവയിൽ വലിയ റിസൾട്ട് കണ്ടില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. കൊറിയാണ്ടർ, നമ്മുടെ മല്ലിച്ചീര ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ട് അത്ര സക്സസ്ഫുൾ ആയില്ല. പക്ഷെ ഇങ്ങനത്തെ കുറെ ചെടികൾ, പിന്നെ നമ്മുടെ വീറ്റ് ഇല്ലേ, ഗോതമ്പ് വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാം. ഗോതമ്പിന്റെ നെല്ല് നന്നായിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട്, 2 ഇല പാകത്തിൽ അത് കട്ട് ചെയ്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട്, ഗോതമ്പ് ഇങ്ങനെ ഇലയല്ലല്ലോ, മറ്റേ നീളത്തില് പോലെയല്ലേ കാണുന്നത്. അത് കട്ട് ചെയ്ത ശേഷം അത് മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ടേ കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഡയബറ്റിക് പോലുള്ള പേഷ്യൻസിനൊക്കെ നല്ലൊരു ഗുണകരമായ കാര്യമാണ്. ഇത് കട്ട് ചെയ്യുന്നുണ്ടോ അവർ, ആ 2 ഇല പാകത്ത് വന്നപ്പോഴേക്കും അവർ കട്ട് ചെയ്ത് മാറ്റിയത് കണ്ടോ. ആ ഒരു രീതിയിൽ തന്നെ എടുക്കാം. ചോടോടുകൂടി കട്ട് ചെയ്യരുത്, ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ ഇനി പരിചയപ്പെടുത്തുന്നതാണ് ഈ ഉലുവ സീഡ്. ഈ സീഡ് യൂസ് ചെയ്യാം. കടുകാണ് ഏറ്റവും കൂടുതൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഗോതമ്പ് നല്ല റിസൾട്ട് വരുന്നുണ്ട്. ഗോതമ്പിന്റെ സീഡ് മുളച്ച് വരുന്നത് ഇങ്ങനെ കമ്പ് പോലെയാണ്. അപ്പൊ ആ കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് അരിച്ചിട്ട് വേണം കുടിക്കാൻ. അപ്പൊ അങ്ങനെ നമുക്ക് ഗോതമ്പിന്റെ ഇത് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് റൺ ചെയ്യത്. അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് കട്ട് ചെയ്യുന്നുണ്ടോ. ഇതാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹാർവെസ്റ്റിംഗ് ഓഫ് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം, ഇപ്പൊ പയറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി അത് വെച്ചോണ്ടിരുന്ന പിന്നെയും അതും ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പയർ മുളപ്പിച്ച ആ ഒരു കണ്ടെയ്നറിൽ നിങ്ങൾ പയർ മുളപ്പിച്ചെന്ന് വിചാരിക്കും. അപ്പൊ അത് പിന്നെ അത് കട്ട് ചെയ്തിട്ട് രണ്ടാമത് നമ്മൾ ആ സെയിം പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അത് നമുക്ക് വേണമെങ്കിൽ അത് ഉണക്കി ശേഷം അത് നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ചെടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ പല ഗുണങ്ങളാണ് ഉള്ളത്. പല പല ഗുണങ്ങൾ, നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല ഇതിൽ. പല രീതിയിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ക്ഷമ വേണം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കും. ഇതിപ്പോ അവർ കട്ട് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് എടുക്കും. മുളച്ചു വരുന്ന നന്നായിട്ട് കാണും. 2 ഇല പാകം. ഇതാണ് ശരിക്കും കാണിക്കാൻ ഉദ്ദേശിച്ചത്. കണ്ടോ. അടുത്ത സ്ലൈഡ് എടുക്കും. ഇപ്പൊ സ്ഥലപരിമിതിയുടെ കാര്യം പറഞ്ഞില്ലേ. സ്ഥലപരിമിതി എന്ന് പറയുന്നത് എന്താണ്, ആർക്കും ഇപ്പൊ സ്ഥലം ഇല്ല, എന്നാലും കുറച്ചു പേർക്ക് ഇപ്പൊ മലപ്രദേശം ആ ഏരിയയിലൊക്കെ ഉള്ളവർക്കൊക്കെ എന്താ പറയാ, നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട്, വെളിച്ചം കയറുന്ന ഒരു മുറിയുണ്ട്, അല്ലെ, എല്ലാം ഉണ്ട്. പക്ഷെ അല്ലാത്ത ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാം, അല്ലെ. ഇപ്പൊ കണ്ടെയ്നറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇത് എവിടെയാണ് ശരിക്കും വെക്കേണ്ടത്, ഏത് സ്ഥലത്ത്, കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വേണം വെക്കാൻ. ഇപ്പൊ ജനലിന്റെ സൈഡിലാണെങ്കിൽ ജനലിന്റെ സൈഡ്, അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടില്, വീടിന്റെ വരാന്തയുടെ സൈഡിൽ കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയ ആണെങ്കിൽ, ബാൽക്കണി പോലത്തെ സ്ഥലത്താണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അവിടെ വെക്കാം. ആ ഏരിയക്ക് നല്ല രീതിയിൽ തന്നെ. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന സ്ലൈഡില് കടുക് മുളപ്പിച്ചതാണ് ഈ കാണിച്ചിരിക്കുന്നത്. കടുക് മുളപ്പിച്ച പാകമാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഞാൻ ഇവിടെ വീട്ടിൽ ചെയ്തതും കൂടി നിങ്ങളെ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച്. അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കും. ഓക്കെ. ഇത് ഞങ്ങളുടെ കോളേജിൽ നിന്ന് കാഞ്ഞിരഞ്ചിറ, ആലപ്പുഴ കാഞ്ഞിരഞ്ചിറ ഏരിയയിൽ ഞങ്ങള് എക്സ്റ്റൻഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ പോയി അവർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതി പറഞ്ഞു കൊടുത്ത് അവിടുത്തെ ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് നമുക്ക് അതിലെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. എന്നിട്ട് അവരത് സാലഡായിട്ട് പല രീതിയിൽ അവരത് കൺസ്യൂം ചെയ്ത് അവർക്ക് അതൊരു എന്താ പറയാ, ഒരു മാർഗം എന്നുള്ള രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഞങ്ങൾ അടുത്ത ഒരു ഫേസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ ഈ ഒരു ഓൺടർപ്രീണർഷിപ്പ്, നമുക്ക് ഇതിൽ എങ്ങനെ വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ടാണ് നമ്മൾ അടുത്ത് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ 1-2 വീട്ടില് ഇതിങ്ങനെ നട്ട് വളർത്തി വെച്ചു എന്ന് വിചാരിക്കും. പക്ഷെ അതുകൊണ്ട് എന്താണ്, അത് നമുക്കൊന്ന് മാസമായിട്ട് കളക്ട് ചെയ്ത ശേഷം ഹോട്ടൽസിലോ റെസ്റ്റോറൻറ്റ്സിലോ നമ്മളത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ സെല്ല് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. കണ്ടോ, ഇതിപ്പോ നമ്മളിവിടെ യൂസ് ചെയ്തത് ചകിരിച്ചോറാണ് ഒരു മീഡിയം.
ടിഷ്യൂ പേപ്പർ ഒരു മീഡിയം. അപ്പൊ ഒരു ഹൈഡ്രോപോണിക്സ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ ഈ കാഞ്ഞിരഞ്ചിറ ഏരിയയിൽ അവിടെയുള്ള ആളുകളോട് നമ്മൾ ഡയറക്റ്റ് സംസാരിച്ച് അവര് ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട്, ഇതിന്റെ ഔട്ട്കം എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യണം. കാരണം ഇനി നമ്മൾ ആദ്യം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടി ആദ്യം സെല്ല് ചെയ്യുക. ആദ്യം വലിയ ചെലവൊന്നും ഉണ്ടാവില്ല. ചെലവ് മീൻസ് നമുക്ക് ആദ്യം വലിയ വരുമാനം ഒന്നും ഉണ്ടാവില്ല. ആദ്യം നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിന് ശേഷം അത് അവർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഇതിന്റെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. അതിനുശേഷം നമുക്ക് അതിന് കുറച്ചും കൂടി മാർക്കറ്റ് സൈസ് കൂട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇന്റർവെൻഷൻ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് അടുത്ത വർഷത്തെ ഞങ്ങളുടെ ഒരു ഇതായിട്ട്, ഒരു ഗോളായിട്ട് ഞങ്ങൾ അത് എടുത്തേക്കാണ്, ഒരു എയിം ആയിട്ട് ഞങ്ങൾ അത് എടുത്തേക്കാണ്. അവർക്ക് ഇനിയും കുറച്ചും കൂടി നമ്മൾ ട്രെയിനിങ്സ് എല്ലാം കൊടുത്ത് കുറച്ച് അയൽക്കൂട്ടക്കാർ ചേർത്ത് നമുക്ക് കുറച്ച് റെസ്റ്റോറൻറ്റ്സിലേക്ക് ഈ ഒരു മൈക്രോ ഗ്രീൻസ് സെല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ അതൊരു ഞങ്ങളുടെ ഇന്റർവെൻഷൻ ആയിട്ടേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ലൈവ് ഡെമോൺസ്ട്രേഷന് പോണതിന് മുമ്പ് ഞാൻ ആ ഓൺടർപ്രീനർഷിപ്പിന്റെ ഒരു വീഡിയോയും കൂടി ഇല്ലേ, അതൊന്ന് പ്ലേ ചെയ്യോ? ഒരു 2 മിനിറ്റ് നമുക്ക് ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കിയെന്നുള്ളത്. ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് അതൊന്ന് പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യണം? എങ്ങനെയാ ഞാൻ ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ ആണ്. ആദ്യത്തെ നമ്മൾ കണ്ടു. ഇനി സെക്കൻഡ് വീഡിയോയും കൂടി കണ്ടിട്ട് നമുക്ക് നേരെ ലൈവ് ഡെമോൺസ്ട്രേഷനിലോട്ട് പോവാം. എങ്ങനെയാണ് ഇത് ശരിക്കും, ഇത് എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നുള്ള രീതിയും കൂടി കണ്ടു നോക്കാം. ഒരുപാട് ഫംഗസ് അറ്റാക്ക് ആണ് ഇതിനുള്ള പ്രശ്നമായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നമായിട്ട് പറയുന്നത് ഇതിന്റെ ചെവി യൂസ് ചെയ്ത് കട്ട് ചെയ്ത ശേഷം, ഹാർവെസ്റ്റ് ചെയ്ത ശേഷം ആ ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊന്ന് കണ്ടു നോക്കാം. ഇതൊരു ലൈവ് സ്റ്റോറി വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ലൈവ് സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവര് യൂസ് ചെയ്തേക്കുന്നത് കൊയർപീറ്റ് ആണ്. കൊയർപീറ്റ് എന്ന് പറയുന്നത് ചകിരിച്ചോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇച്ചിരി വോളിയം വെച്ചോളൂ. ഇത് അവർ കേൾക്കുകയാണെങ്കിൽ നല്ലൊരു കണ്ടോ, മുളപ്പിച്ച് വെച്ചേക്കുന്നുണ്ട്. ട്രെയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. നോർമൽ ട്രേ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ട്രെയിന്റെ അടിയിൽ വേറെ, ഇത് കടുകാണ്, കടുക് മുളപ്പിച്ചേക്കുന്നുണ്ടോ? ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലൗസ് ഒക്കെ വെച്ചിട്ടാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. കത്രിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ കത്രിയ നല്ല കത്രിയായിരിക്കണം. ഫംഗൽ അറ്റാക്ക് കൂടുതലാന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ചുമന്ന കളർ ട്രേയില് ചുമന്നതായിട്ടിരിക്കുന്ന ചീരയാണ്. ചീര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരുടെയും വീട്ടില് ചീര വിത്ത് ഉണ്ടാവണം. ആ ചീര വിത്ത് 2 ഇല പാകത്തിലിരിക്കുമ്പോൾ അവസാനം ഒരു പിങ്ക്, ഒരു മജന്ത കളറിലുള്ള തണ്ടായിട്ടാണ് ചീര വിത്തിന്റെ ഇത് കാണുന്നത്. കണ്ടോ, ട്രെയിൽ സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. ആ ട്രെയിനിന്റെ അടിഭാഗത്ത് 2 ട്രേ ഉണ്ട്. ഒരു ട്രേയില് ചെടി വളരാനും അടുത്ത ട്രേയില് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ട്രേ വരെയും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിന്റെ വീഡിയോ വോളിയം പറ്റുമോ? കുറച്ചു നേരം വോളിയം വെക്കാൻ പറ്റും? ഈ കട്ട് ചെയ്ത് വെച്ച് ഹാർവെസ്റ്റ് ചെയ്ത ആ ഒരു മാസ്ക്, ഇതാണ് ഞാൻ പറഞ്ഞ ചീരയുടെ തൈ കാണാം. ഇത് ഇമ്പോർട്ടഡ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു തൈയാണ്, സീഡാണ്. പല വിലയുണ്ട് കേട്ടോ. പല വിലയൊക്കെയാണ്. ഈ പുള്ളി പറയുന്ന വെച്ചാൽ 50,000 രൂപ വരെയും പുള്ളിക്ക് വരുമാന മാർഗം ഉണ്ടാക്കി തരുന്ന ഒരു കൃഷി രീതിയാണെന്നാ പറയുന്നത്. പുള്ളി ജോലിയെല്ലാം റിസൈൻ ചെയ്ത് കടുക് മുളപ്പിച്ചതുണ്ട്. ആദ്യം വരുന്ന മഞ്ഞ നിറം കണ്ടു. മഞ്ഞ നിറം കുറച്ച് കഴിയുമ്പോഴേക്കും പച്ചയാവും. ഇതിപ്പോ നല്ലൊരു മുറിയില് ടെമ്പറേച്ചർ, ലൈറ്റ്, വെള്ളം എല്ലാം സെറ്റ് ചെയ്ത് AC-യിലൊക്കെയാണ് ഇത് വളർത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, നമുക്കിപ്പോ നമ്മുടെ വീട്ടിലുകളിൽ തന്നെ നമുക്ക് ഇപ്പൊ വലിയ ചൂടില്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ ഒരു അധികം എന്താ പറയാ വെട്ടം കയറാത്ത മുറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഫംഗൽ അറ്റാക്കിന്റെ കാര്യം ഞാൻ ഒന്നുകൂടി നേരത്തെ പറഞ്ഞു നിങ്ങളോട്. അത് നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ഈ ഒരു പാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഈ പാത്രത്തിൽ ഇങ്ങനെ തന്നെ നമുക്ക് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ഇത് ഇങ്ങനെ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ശേഷം ആണ് നമ്മൾ കൊടുക്കുന്നത്.
ഓക്കെ, കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഗോതമ്പിന്റെ ഇങ്ങനെ ഒന്നും നീളത്തിൽ. കേൾക്കുന്നില്ലല്ലോ. ഇത് വീഡിയോ ഒന്നും കേൾക്കുന്നില്ല. വീഡിയോ ഞാൻ സൗണ്ട് കൊടുത്തിട്ടില്ല. ഒന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. വീഡിയോ സൗണ്ട് ഇല്ല. ഇപ്പൊ കേൾക്കാമോ? ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ കേൾക്കാമോ? ഞാനിപ്പം വീഡിയോ സൗണ്ട് വേണ്ടാന്ന് പറഞ്ഞു, കാരണം ഞാൻ തന്നെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കണ്ടോ, ഇത് ഗോതമ്പിന്റെ വിത്ത് വെച്ചിട്ട് പാകിയിട്ട് റെഡിയാക്കിയ മൈക്രോഗ്രീൻസ് ആണ്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഒന്നും കേൾക്കണില്ല. ഇപ്പൊ ഓക്കെ ആണോ? ബാക്കി മാമിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഇൻഡിവിജ്വൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഇത് ചീരവിത്തിന്റെ പാകമാണ് ഈ എടുത്തിരിക്കുന്നത്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നതാണെങ്കിലും ഈ ചീരവിത്ത് ഐഡിയലാണ്, നല്ലൊരു പോഷക ഗുണമുള്ളതാണ്. ഞാൻ പറഞ്ഞ നേരത്തെ വൈറ്റമിൻസ് റിച്ച് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, ആന്റി ഓക്സിഡന്റ്, ക്യാൻസറിന് വരെയും പ്രതിരോധ ശക്തി കൂട്ടാൻ, നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കൂട്ടാൻ വരെ കഴിക്കുന്ന ഒരു സാലഡ് ആയിട്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്ന ഒരു ഇതാണ്. അപ്പൊ ഇത് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കുമ്പോൾ ഒന്നിൽ ഇത് കട്ട് ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് സീൽ ചെയ്ത് ഒരു സിപ്ലോ കവറിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നടുന്ന ആ പാത്രം ഉണ്ടല്ലോ, കണ്ടെയ്നർ, ചെറിയ കണ്ടെയ്നറിൽ തന്നെ സെറ്റ് ചെയ്ത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഗിഫ്റ്റ് ചെയ്യുക, ആദ്യം ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം അവരുടെ അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അതാ വേണ്ടത്. അല്ലാണ്ട് ആദ്യം തന്നെ നമുക്ക് വിലക്ക് വിൽക്കാനല്ല. നമ്മുടെ ഒരു കൃഷി രീതി മറ്റുള്ളവരിൽ പരിചയപ്പെടുന്നത് ആദ്യം നമ്മളൊന്ന് ഒരു ചെറിയൊരു ട്രെയിൽ ഇതുപോലെ കടുക് മുളപ്പിച്ച് നമ്മളത് സീൽ ചെയ്ത് നല്ല കവറിലാക്കി നിങ്ങൾക്ക് ഒരു ബ്രാൻഡിങ് പേര് വെച്ച് സെല്ല് ചെയ്യാവുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അത് ഹാർവെസ്റ്റ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്ത് അതിനെ ആ കടുകിന്റെ ആ സീഡിന്റെ മോൾ ഭാഗം പുള്ളി അത് എടുക്കുന്നുണ്ട്, ഒന്ന് നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കി ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ലൈവ് സെക്ഷനിലോട്ട് പോട്ടെ. ഇതിപ്പോ നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ? അപ്പൊ നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനുശേഷം ഞാൻ ലൈവിലോട്ട് വരാം. ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ? ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തോ, ഇത് ക്ലോസ് ചെയ്തോ കേട്ടോ. അപ്പൊ നമുക്ക് ലൈവിലോട്ട് കിടക്കാം. ഓക്കെ, ഇത് സ്റ്റോപ്പ് ചെയ്തോ കേട്ടോ. സ്ക്രീന് ഇതാക്കിക്കോ. ഓക്കെ, അപ്പൊ എന്റെ സ്ക്രീൻ എല്ലാരും ഒന്ന് പിൻ ചെയ്യണേ. എല്ലാരും എന്റെ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്യുക. ഓക്കെ, എന്നെ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടെയ്നറാണ്. ഇത് കണ്ടല്ലോ എല്ലാവരും, ഈ കണ്ടെയ്നർ എല്ലാവർക്കും പരിചയമുള്ള ഒരു കണ്ടെയ്നറാണ് അല്ലെ? നമുക്കിത് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ച ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് ചകിരിച്ചോറ് വെച്ചിട്ടുള്ള മൈക്രോഗ്രീൻസിന്റെ പ്രിപ്പറേഷൻ ആണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ചകിരിച്ചോറ് എടുക്കാം. നന്നായിട്ട് നനച്ച ചകിരിച്ചോറാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മള് തലേന്ന് കുതിർത്തി വെച്ച ചെറുപയറാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ചീരവിത്താണെങ്കിലും കുതിർത്തി വെക്കണം. അതുപോലെ തന്നെ ചീരവിത്ത് കുതിർത്തി വെക്കണം. പിന്നെന്താണ്, ഉലുവ, കടുക്, ഇതെല്ലാം കുതിർത്തി വെക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കുതിർത്തി വെച്ച ശേഷമേ നമ്മള് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുളയ്ക്കും. ഇത് ചെറുതായിട്ടൊന്ന് മുളയ്ക്കും. ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ വരും. ആ ഒരു പാകമാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ചീരവിത്തും ഉലുവയും കടുകൊക്കെ ആണെങ്കിൽ മുളച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. തലേന്ന് വെച്ചിട്ട് ശേഷമേ നമ്മൾ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അത് വെള്ളം ഞാൻ വാറ്റി വെച്ച് ഇനി ഇതിലേക്ക് നമ്മള് ഈ കണ്ടെയ്നർ എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടെയ്നറാണ് അല്ലെ? ഈ കണ്ടെയ്നർ പരിചിതമാണ് എല്ലാവർക്കും. ഈ കറുത്ത കണ്ടെയ്നർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്ക് ഇനി നമുക്ക് ഈ ചകിരിച്ചോറ് ഉണ്ടോ? ചകിരിച്ചോറ് നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്.
നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഏകദേശം ഒരു അരഭാഗം, ഏകദേശം ഞാൻ അരഭാഗം വരെ ഫില്ല് ചെയ്ത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാതിരിക്കും, ഏകദേശം അരഭാഗമാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സർ, ആ മൈക്ക് ഒന്ന് ഓഫ് ആക്കോ? ഓക്കെ, അപ്പൊ നമ്മളിത് ഇങ്ങനെ കണ്ടോ, ഞാൻ നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കാണാൻ പറ്റുമായിരിക്കും ക്ലിയർ ആയിട്ട്. ഏകദേശം ഒരു അരഭാഗത്തോളം ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നനയ്ക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക, ഉണ്ടല്ലോ. എന്നിട്ട് ഇത് നമ്മുടെ കയ്യിലുള്ള എന്താ പറയാ, ഈ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ആണ്. ഈ സ്പ്രേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, മോയ്സ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത ശേഷം കണ്ടോ, ഇത്രയും നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് നനച്ചിട്ട് ചകിരിച്ചോറ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അത് എടുത്തു വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പയറ് നമ്മൾ എടുത്ത് ഇതിലേക്കൊന്ന് പാക ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലുള്ള ചകിരിച്ചോറ് തന്നെ യൂസ് ചെയ്യണേ. കണ്ടോ, ഇത്ര അൺഈവൺ ആയിട്ട് ഞാൻ പാകിയിരിക്കുന്നത്. ഈ പാകിയത് പയറ് വർഗ്ഗം ഞാൻ എന്ത് ചെയ്ത്, ഇതിങ്ങനെ തന്നെ വെച്ചാൽ പോരാ, ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതേ സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ കുറച്ചും കൂടി കുറച്ച് സീഡ് കുറച്ചും കൂടി ആ ചകിരിച്ചോറിലോട്ട് ഇറങ്ങി നിൽക്കും. കണ്ടോ, സീഡ് കുറച്ചും കൂടി ഒരുപാട് ഡീപ്പായിട്ടല്ല, ഒന്ന് നേരിയതായിട്ട് ചെറുതായിട്ടൊന്ന് മൂടി കൊടുക്കുക. കേട്ടോ, എന്നാ മൊത്തമായിട്ട് മൂടിയിട്ടുമില്ല, ചെറുതായിട്ടൊന്ന് മൂടിയിട്ടുള്ളൂ. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഒന്നും കൂടി സ്പ്രേ ചെയ്യുക. കണ്ടോ, നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ അത് നന്നായിട്ട് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കുക. അപ്പൊ മൂടി വെച്ച ശേഷം ഇത് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഈർപ്പം കെട്ടിക്കിടക്കും. ഈർപ്പം നന്നായിട്ട് മിക്സി നന്നായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റും. അപ്പൊ ഇത് ഞാനിപ്പോ കാണിച്ചത് ചകിരിച്ചോറിന്റെ അവസ്ഥയാണ്. ചകിരിച്ചോറ് വെച്ചിട്ട് നമ്മള് ആദ്യം നന്നായിട്ടൊരു കണ്ടെയ്നർ എടുത്തു, ചകിരിച്ചോറ് ഇട്ടു, നനച്ചു, കുതിർത്തി വെച്ച സീഡ് ഇട്ട ശേഷം ഒന്നും കൂടി ചകിരിച്ചോറ് അതിന്റെ മുകളിൽ പാകി, അല്ലെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് സ്പ്രേയർ അല്ലെങ്കിൽ വെള്ളം നിങ്ങളൊന്ന് തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ എന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി സ്പ്രേ ഒന്നും മേടിക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സ്പ്രേ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കുക. മാക്സിമം ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് പൊങ്ങി വരുന്ന ഒരു പാകം കാണാം. അപ്പൊ ഞാൻ അത് ഈ ചകിരിച്ചോറ് വെച്ച് ചെയ്ത റിസൾട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. ഇതൊരു നടീൽ രീതിയാണ്. ഇപ്പൊ ഞാൻ കാണിച്ചത് ചകിരിച്ചോറ് വെച്ച് ചെയ്ത നടീൽ രീതിയാണ്. അതിന്റെ റിസൾട്ട് കിട്ടിയത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത്ഭുതം തോന്നും. കണ്ടോ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചകിരിച്ചോറ് കണ്ടോ, ഇതാണ് ചകിരിച്ചോറ്. കണ്ടോ, ഇതാണ് ചകിരിച്ചോറ്. ഇതാണ് അതിന്റെ 2 ഇല പാകം. കണ്ടോ, എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, കണ്ടോ, 2 ഇല പാകം. ഈ 2 ഇല പാകത്തിൽ നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കുന്നു. ഇത് സാലഡിന്റെ ഒപ്പം വെറുതെ അല്ല, പല സാലഡിന്റെ ഒപ്പം മിക്സ് ചെയ്ത് നിങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ തോരൻ വെച്ച് കൂട്ടാം. ഇതിന്റെ ഈ തണ്ട് വരെ എടുത്ത് തോരൻ വെച്ച് കൂട്ടാന്നാണ് പറയുന്നത്. കണ്ടോ, ഇത് തണ്ട് വരെയും കട്ട് ചെയ്ത് തോരൻ വെച്ച് കൂട്ടാനും. ഇത് ഇങ്ങനെ തന്നെ ഇത് കട്ട് ചെയ്ത ശേഷം നമുക്കിതൊരു കവറിലാക്കിയിട്ട് നമുക്കിത് സെല്ല് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ കൂടിപ്പോയ ഒരാഴ്ച
6 to 7 ഡേയ്സിന്റെ ഗ്രോത്ത് ആണ് ഈ കാണുന്നത് കേട്ടോ. 6 തൊട്ട് 7 ദിവസം വരെയുള്ള സമയത്ത് റെഡിയാക്കി വെച്ച ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. ചകിരിച്ചോറിലുണ്ടായ റിസൾട്ടാണ്. ഈ ചകിരിച്ചോറ് നമ്മൾ ഇതേ രീതിയിൽ തന്നെ കമ്പോസ്റ്റ് റെഡിയാക്കി ചെയ്ത ഒരു മൈക്രോഗ്രീൻ ആണ്. ചെറുപയറിന്റെ അകത്തുള്ള ചെയ്തതാണ്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കടുക് കണ്ടു. എന്ത് ഭംഗിയിലെ കടുക് വന്നേക്കണേ നോക്കിക്ക്, കാണാൻ പറ്റും തോന്നുന്നു. കണ്ടോ കടുകിന്റെ ഇല കണ്ടോ എന്ത് ഭംഗിയാ കാണാൻ. കടുകിന്റെ ഇത് ചകിരിച്ചോറാണ് ബേസ്. ഇതിപ്പോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ട്രേ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ട്രേ ആണ്. നമ്മൾ ബിരിയാണിയൊക്കെ മേടിക്കുന്ന ട്രേ ആണ്. അതില് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കടുക് മുളച്ച് വന്ന പാകം കണ്ടോ കടുക് മുളച്ച് വന്ന പാകം, 2 ഇല പാകം കണ്ടോ. ഇതൊന്നുകൂടി വളരാനുണ്ട്. ബാക്കി എല്ലാം നന്നായി ഇപ്പൊ തന്നെ ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായി. 2 ഇല പാകത്തിൽ ഇത് മുളച്ച് വന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് ഉലുവയെ ഞാൻ ഇട്ടായിരുന്നു. ഉലുവ അത്രയും റിസൾട്ട് കാണിച്ചില്ല. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഉലുവയെ മുളച്ച് വരുമായിരിക്കും. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളതാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ മൈക്രോ ഗ്രീൻസ് നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത ക്ലാസ്. അപ്പൊ ഇതുപോലെ തന്നെ നല്ലൊരു പാത്രം എടുക്കുക, ഒരു ടിഷ്യൂ ഞാൻ നന്നായിട്ടൊന്ന് തുടക്കട്ടെ. നന്നായിട്ടൊന്ന് തുടച്ചിട്ട് ഉണ്ടോ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഹോളിട്ട് കൊടുക്കും. പക്ഷെ നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട്, വെള്ളം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഹോളിന്റെ ആവശ്യമില്ല. നിങ്ങൾ കുത്തി വെള്ളം ഒഴിക്കരുത്, അതൊന്നാമത്തെ കാര്യം. അല്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ ഇതിൽ തന്നെ സെറ്റ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ എടുത്ത്, ഏത് ടിഷ്യൂ പേപ്പർ ആയാലും എടുത്ത്, ഇപ്പൊ ഫേസ് ടിഷ്യൂ ആണ് എടുത്തേക്കുന്നത്. ഫേസ് ടിഷ്യൂ തന്നെ വേണമെന്നില്ല, ഒരു 1 തൊട്ട് 2 ലെയർ വരെ മാക്സിമം ഒന്ന് നിങ്ങൾ ഇതാക്കി കൊടുക്കുക. 1 തൊട്ട് 2 ലെയർ. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ഉറപ്പ് കിട്ടണം അതിൽ. 1 തൊട്ട് 2 ലെയർ വരെ ചുമ്മാ ഇങ്ങനെ മടക്കിയിട്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മുടെ ഈ നല്ലോണം തുടച്ചു വെച്ച പാത്രത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇതിപ്പോ ഇതിന്റെ വാവട്ടം അത്ര ചെറുതായതുകൊണ്ടാണ്. കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ളതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കഷ്ടപ്പാടില്ല. ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് അതിന്റെ ഒരു ലെയർ ഇട്ടാ, ഒരു 2 ലെയർ ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് ഞാൻ ഈ സ്പ്രേയർ എടുത്തിട്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. കണ്ടോ, നല്ല രീതിയിൽ ഞാനിത് സ്പ്രേ ചെയ്തു. ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് നനയണം. ടിഷ്യൂ പേപ്പർ നനയണാണ് അതിന്റെ പാകം. ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നേരെ നമ്മുടെ വിത്ത് പാകിയാൽ മതി. കണ്ടോ, നേരെ നമ്മൾ വിത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാനിപ്പോ ഇതിനകത്ത് എടുത്തതുകൊണ്ടാണ് ചകിരിച്ചോറും കണ്ടോ. ഇങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ നേരത്തെ കാണിച്ചത് കൊയർ പീറ്റ്, അതായത് ചകിരിച്ചോറ് വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ കാണിക്കുന്നത് ടിഷ്യൂ പേപ്പറിന്റെ അകത്ത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്? ഞങ്ങൾ വാർഡിൽ ഞങ്ങൾ ചെയ്തപ്പോൾ അവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് അവർ ചെയ്ത് കാണിച്ചത്. കുറച്ച് പേര് ചകിരിച്ചോറ് വെച്ചിരുന്നു. പക്ഷെ ആദ്യം ഞങ്ങൾക്ക് തന്ന റിസൾട്ടില് ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തിട്ടാണ് കാണിച്ചത്. പക്ഷെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞ ഫംഗസ് അറ്റാക്ക് കുറച്ച് വരുന്നത് ടിഷ്യൂ പേപ്പറിലാണെന്നാലും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യണവരും ഉണ്ട് കേട്ടോ. ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യണവരുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇങ്ങനെ ചുമ്മാ പാകിയിട്ടുള്ളൂ. പാകിയിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് ഞാൻ ടിഷ്യൂ പേപ്പറിലാണ് ഇത് പാകി ഇതെടുത്തത്. കണ്ടോ, ഇതിന്റെ ബാക്ക് വശം കണ്ടോ, ഇത് ടിഷ്യൂ പേപ്പറാണ്. ഇതിന് ഒന്നും കൂടി വരാനുണ്ട്. കണ്ടോ, ഇത് മുളച്ച് വരുന്നുള്ളൂ. 2 ഇല വിടർന്നിട്ടില്ല. മറ്റതിനെ പോലെ അങ്ങനെ വിടർന്ന് കണ്ടിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ വിടർന്ന് കണ്ടില്ല. പക്ഷെ ഇത് നോക്കി, ഇതൊന്നും വിടർന്ന് വല്ല, ഇത് വിടർന്ന് ആയിട്ടില്ല. മറ്റേ കൊയർ പീറ്റിൽ വെച്ച് അത്രയും
റിസൾട്ട് നമുക്ക് ഇതിൽ കൂടി ഇത് കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട്. ഇത് ടിഷ്യൂ പേപ്പറിൽ കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട്. ഇതിപ്പം രണ്ടും ഒരേ സമയത്ത് തന്നെയാണ് ഞാൻ പാകിയത്. 5 തൊട്ട് 6 ദിവസം വരെ ആയി. കണ്ടോ? വെള്ളത്തിന്റെ അംശം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം. അപ്പൊ ഇത് ചെയ്തത് നേരത്തെ ചെയ്തതും രണ്ടും ഒരേ സമയത്താണ്. പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടിയത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് റിസൾട്ട് കിട്ടിയത് ചകിരിച്ചോറ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയത്. പിന്നെ മറ്റേ ഇത് ടിഷ്യൂ പേപ്പർ നമ്മൾ ചെയ്തല്ലോ. ടിഷ്യൂ പേപ്പറിൽ ചെയ്തപ്പോഴേക്കും കുറച്ചും കൂടി റിസൾട്ട് വരാൻ സമയമെടുത്തു. ഉണ്ടോ? അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന മീഡിയം അനുസരിച്ചിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. യൂസ് ചെയ്യുന്ന ഏത് മീഡിയം ആണ്, ഇപ്പൊ ചകിരിച്ചോറാണോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആണോ, അത് ഓരോന്നനുസരിച്ച് റിസൾട്ട് ഇരിക്കും. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ചകിരിച്ചോറിൽ ഇതാണ് റിസൾട്ട്, പിന്നെ ടിഷ്യൂ പേപ്പറിൽ ഇത് റിസൾട്ട്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. മാറ്റി കുറച്ച് അടുപ്പിച്ച് വെച്ചോ. ഇത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പാകമായി. കണ്ടോ? ഇത് നന്നായിട്ട് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പാകമായി. ഇത് നമുക്ക് തോരൻ വെക്കാനോ സാലഡിന്റെ ഒപ്പം ആഡ് ചെയ്യാനോ, വലിയ വലിയ ഹോട്ടൽസിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവർ സാലഡ്സിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസും ഒരുപാട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ ആദ്യം കാണിച്ചത് എന്താണ് ചകിരിച്ചോറ് വെച്ചിട്ടുള്ള എന്താണ് പോട്ടിങ് ഇതായിട്ട് യൂസ് ചെയ്തത് ചകിരിച്ചോറായിരുന്നു. ചകിരിച്ചോറ് വെച്ച് ഞാൻ പാകി, പയറാണ് ഞാനിവിടെ പാകിയിരിക്കുന്നത്. പയറാണ് ഞാൻ ആദ്യം വെച്ചത്. അതിന്റെ റിസൾട്ടാണ് ഒരു 5 തൊട്ട് 10 ദിവസം വരെ നമുക്ക്, 5 തൊട്ട് 7 ദിവസം വരെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി തന്നതാണ് ചകിരിച്ചോറിന്റെ ഇത്. അപ്പം ചകിരിച്ചോറ് എപ്പോഴും ഇതിന്റെ ബേസ് എപ്പോഴും നനഞ്ഞ് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. മണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കുക എന്നുള്ള രീതിയിൽ നോക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളതാണ്. ടിഷ്യൂ പേപ്പർ നനച്ച ശേഷം ആദ്യം നല്ലൊരു കണ്ടെയ്നർ എടുക്കുക. കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് വെള്ളം വെച്ച് നനച്ച ശേഷമാണ് നമ്മൾ കുതിർത്തിയ എന്താണ് സീഡ് പാകിയത്. കുതിർത്തിയല്ലോ, നമ്മൾ തലേന്ന് വെച്ച് കുതിർത്തിയ സീഡ് പാകിയത്. ഒന്ന് ഓർക്കുക, ചീരവിത്ത് ആയാലും എന്ത് വിത്തായാലും തലേന്നൊന്ന് കുതിർത്തിയ ശേഷം ചെയ്യാനാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടാണ്, അതങ്ങനെ ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് ഇത്. ഇതിനകത്ത് ഇപ്പൊ കുറച്ചൊരു വാവട്ടം ഉണ്ട്, അതിൽ വാവട്ടം ഇല്ല. ടിഷ്യൂ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ബാക്ക് സൈഡ് കാണിക്കുന്നുണ്ട്. കണ്ടോ? ഇതാണ് ടിഷ്യൂ പേപ്പറിന്റെ ബാക്ക് സൈഡ്, ചെറുതായിട്ട്. അപ്പൊ പൂപ്പിൽ വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക, കളർ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് പൂപ്പിൽ വരില്ല, കാരണം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടാമിനേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമുക്കത് അതിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് സോക്ക് ചെയ്ത് സീഡ് ഇട്ട് മൂടി വെച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് മുളച്ച് വല്ല പാകമാവും. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, അതിന് ആ മൂടി തുറന്നു വെക്കുക. ചെറിയൊരു വെയിൽ, ഇപ്പൊ ഒരു വിൻഡോ സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ വിൻഡോന്റെ സൈഡിലേക്ക് നന്നായിട്ട് സൂര്യപ്രകാശം കയറുന്ന സ്ഥലമുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇതിന്റെ ഇല അങ്ങോട്ടേക്ക് പോണ കാണാൻ പറ്റും. അപ്പൊ ഇതിപ്പോ ഒരു സൂര്യപ്രകാശത്തിന്റെ സ്ഥലത്ത് വെച്ചത് കൊണ്ട് ആ ഒരു വശത്തോട്ടാണ് ഇല അങ്ങോട്ട് പോയേക്കുന്നത്, അതിന്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. അപ്പൊ ഷെയ്ഡിൽ വെക്കാം, ഷെയ്ഡിൽ വെച്ചാലും റിസൾട്ട് ഇല്ല എന്നല്ല പറയുന്നത്. ഡാർക്ക് റൂംസിലൊന്നും വെക്കരുത്, മുടി അടഞ്ഞ മുറിയിലൊന്നും വെക്കരുത്. ഫംഗൽ അറ്റാക്ക് കൂടുതൽ വരുന്ന അങ്ങനത്തെ മുറികളിലാണ്. അപ്പൊ അത് 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഷുഗർ ഡയബറ്റിക് പേഷ്യൻസിനും ക്യാൻസർ രോഗികൾക്കായാലും ഇത് തോരൻ വെച്ച് കഴിക്കാനും. അല്ലാണ്ട് നമുക്ക് നമ്മുടെ ജീവിത ശൈലി തന്നെ മാറണം. എന്തോരം പച്ചക്കറികളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പച്ചക്കറിയിൽ വരെ നമ്മൾ എന്താ പറയാ, പുറത്തുനിന്ന് മേടിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ പുറത്തുനിന്ന് മേടിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നത്, പുറത്തുനിന്ന് മേടിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇഷ്ടം പോലെ അടിച്ചിട്ടാണ് അല്ലെ. നമ്മള് എന്താണ്, ചില ആൾക്കാർ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പുകയില കഷായം അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം തക്കാളിയൊക്കെ വളർത്താനാണെങ്കിൽ തക്കാളിയിൽ വരെ നമ്മള് വീടുകളിൽ തന്നെ
തക്കാളിയിൽ വെള്ളീച്ചയുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമ്മള് പുകയില കഷായവും അല്ലാണ്ട് മറ്റേ എന്താ വെളുത്തുള്ളിയുടെ അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ഈ ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നത് ആ ഒരു തളിര് ഇലയില് എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് സമ്പൂർണമായിട്ട് നമുക്ക് എല്ലാവിധ പോഷകങ്ങളും ഈ ഒരു തളിര് ഇലയിൽ കാണാമെന്നാണ് പറയുന്നത്. ഇപ്പൊ ആന്റി ഓക്സിഡന്റ് ആയാലും വിറ്റാമിൻസ് ആയാലും, ആന്റി ഓക്സിഡന്റ് എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തില് കാണുന്ന എന്താ പറയാ അസുഖം കോസ് ചെയ്യുന്ന കുറച്ച് കോശങ്ങളുണ്ട്. ആ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ശക്തി ഈ ഒരു മൈക്രോ ഗ്രീൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് തെളിയിച്ചതുമാണ്, സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. മാമിന്റെ നെറ്റ് ഡിസ്കണക്ട് ആയതാണ്. ഇപ്പൊ മാം ജോയിൻ ചെയ്യേ. ഓക്കെ, ഞാൻ തയ്യൊന്ന് ഇതായപ്പം ജസ്റ്റ് ഇതായി പോയതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു വിഷയത്തിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. സോ മൈക്രോഗ്രീൻ കൃഷി രീതികളെ കുറിച്ച് ഗാഢമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൈക്രോഗ്രീൻസ് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം കൂടി എനിക്ക് ഇതിൽ ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചകിരിച്ചോറ് ആണ് ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യാൻ, അതായത് മൈക്രോഗ്രീൻസ് പാകത്തില് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്നത്. അത് കടിയിലായാലും ഉലുവയിലായാലും ചെറുപയറിലാണെങ്കിലും വലിയ പയറിലാണെങ്കിലും മൈക്രോഗ്രീൻ വളർന്നത് കൂടുതലും നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതിലാണ്. പക്ഷെ ടിഷ്യൂ പേപ്പറിൽ കൂടി കിട്ടിയ റിസൾട്ടിന്റെ രണ്ടും ഒരേ സമയത്ത് പാകിന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അത് അവിടെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം, ടിഷ്യൂ പേപ്പറിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പം ഇങ്ങനെ തന്നെ നമുക്കിത് മുളച്ചു വരുന്ന പാകത്തിൽ ഇത് കട്ട് ചെയ്ത് തോരൻ വെച്ചോ അല്ലെങ്കിൽ നമുക്കിതൊരു സംരംഭം തന്നെ ആക്കാം. സംരംഭം ആക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വലിയ ട്രേ ഒക്കെ മേടിക്കണം. വലിയ പ്ലാസ്റ്റിക്കിന്റെ ട്രേസിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇങ്ങനത്തെ ടൈപ്പ് ട്രേ, ഇങ്ങനത്തെ ടൈപ്പ് കണ്ടെയ്നർ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ അവർക്ക് കൊടുക്കാം, ഇങ്ങനെ തന്നെ നമുക്ക് സെല് ചെയ്യാം. ഇതിനകത്തൊരു കവറിട്ട്, സിപ്ലോ കവറിലിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിട്ട ശേഷം ഇവിടെ ഒരു നിങ്ങളുടെ ഐഡന്റിറ്റി പേര് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ബ്രാൻഡ് ചെയ്തെടുക്കും. അതിന് ലൈസൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് നമുക്കിത് സെല് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് നമുക്ക് പരിചയക്കാരുടെ അടുത്താണ്. പരിചയക്കാരും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയട്ടെ. അപ്പൊ എല്ലാവരും അറിഞ്ഞ ശേഷം നമുക്കൊരു ഒരുമാതിരി പെട്ട ആൾക്കാർ രണ്ടാമത് ചോദിച്ചു വരും. കാരണം ഇത് സാലഡ് ആയിട്ടും അല്ലെങ്കിൽ തോരനായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, വെറും വളമോ അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ ചകിരിച്ചോറ് മാത്രം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ചകിരിച്ചോറും പിന്നെ ടിഷ്യൂ പേപ്പറും ആണ് യൂസ് ചെയ്തത്. വെള്ളമാണ് നമ്മൾ, വെള്ളത്തിലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു കൃഷി രീതിയാണ് ഈ ഒരു മൈക്രോഗ്രീൻസ്. അപ്പൊ എന്താ പറയാ പംകിൻ സീഡ് മുളപ്പിച്ചാലോ, പംകിൻ സീഡിനൊക്കെ നല്ല വിലയാണ്. പിന്നെ റാഡിഷ്, പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ കൊറിയാണ്ടറിൽ എനിക്ക് ചെയ്തിട്ട് അത്ര സക്സസ് റേറ്റ് കിട്ടിയില്ല. പക്ഷെ ഹൈഡ്രോപോണിക്സ് വഴി കുറെ പേര് അതൊക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വീട്ടിൽ ആദ്യം അവൈലബിൾ ആയിട്ടുള്ള സീഡ്സ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ഈ എന്താ പറയാ സൺഫ്ലവർ ഇല്ലേ, സൺഫ്ലവർ എന്ന് പറയുന്നത്, സൺഫ്ലവറിന്റെ സീഡ് എന്ന് പറയുന്നത് ഏറ്റവും ഗുണമുള്ള ഒരു സീഡാണ്. റാഡിഷിന്റെ ഒക്കെ ഇത് എല്ലാവരും കൺസ്യൂം ചെയ്യും. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കാത്തത്. പക്ഷെ പുറം രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്, അവർ കഴിക്കുന്നത്.
ആര് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അത്രയും അത്ര എഫേർട്ട് ഇട്ട് മറ്റ് എന്താ പറയാ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മേടിക്കുന്ന ഇന്നിപ്പോ ഇതിന് ആവശ്യക്കാരുണ്ട്, നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഇത് നിങ്ങൾ കുറെ ഇങ്ങനത്തെ സീഡുകൾ ഉണ്ടാക്കി മുളപ്പിച്ച ശേഷം നിങ്ങൾ തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആദ്യം സെല്ല് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു കസ്റ്റമർ അനുസരിച്ച് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇത് പുറത്തോട്ട്, അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ നിന്ന് പുറത്തോട്ട് ഇത് കൊടുക്കത്തക്ക രീതിയിലാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പൊ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനൊരു വെഞ്ചറായിട്ട് തന്നെ കാണുക. ഇത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഇത്. ട്രൈ ചെയ്ത് നോക്കാം.